അങ്ങോട്ട് തിന്മയെ തിന്മ കൊണ്ട് പ്രതികരിക്കാതെ തിന്മയെ നന്മ കൊണ്ട് പ്രതികരിക്കുന്നവർ ഇങ്ങോട്ട് ചെയ്തത് തിന്മയാണെങ്കിലും അങ്ങോട്ട് ചെയ്യുന്നത് നന്മയാണ്. ആ നിലക്ക് തിന്മയെ നന്മ കൊണ്ട് പ്രതികരിക്കുന്നവർ ഈ 9 കാര്യങ്ങളുള്ള ജനങ്ങൾ أولئك لهم عقبى الدار ആ കക്ഷികൾക്കാണ് അവസാനം വിജയകരമായ വീട് ലഭിക്കുന്നത്, വിജയകരമായ ജീവിതം ലഭിക്കുന്നത്. എന്താണത്? അതെ, അവര് എന്നെന്നും താമസിക്കുന്ന തോട്ടങ്ങളിൽ, സ്വർഗങ്ങളിലാണ്. അവര് മാത്രമല്ല, അവരുടെ ബാപ്പമാർ, അവരുടെ ഉമ്മമാർ, അവരുടെ പിതാക്കന്മാർ, അവരുടെ ഭാര്യമാർ, അവരുടെ സന്താനം, സന്താന പരമ്പരകൾ, അവരിൽ ആര് ഈമാനുള്ളവരുണ്ടോ അവരെല്ലാം ഈ 9 ലക്ഷണങ്ങളുള്ള മഹാന്മാർക്ക് അല്ലാഹ് കൊടുക്കുന്ന പവറുള്ള സ്വർഗത്തിൽ, പവറുള്ള വീട്ടിൽ, പവറുള്ള തോട്ടത്തിൽ അവരുടെ ഗുണം കൊണ്ട് അവരുടെ ബാപ്പമാർക്കും അവരുടെ ഭാര്യമാർക്കും അവരുടെ സന്താനങ്ങൾക്കും അവരുമായി ബന്ധപ്പെട്ടവർക്ക് പ്രവേശനമാണ്. കാരണം അവർക്കും ഈമാനുണ്ട്. പക്ഷേ ആ ഈമാനിന്റെ പുറമെ ഇദ്ദേഹത്തിന്റെ മകനായല്ലോ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ബാപ്പയായല്ലോ, ഇദ്ദേഹത്തിന്റെ മകന്റെ മകനായല്ലോ, ഇദ്ദേഹത്തിന്റെ ഭാര്യയായല്ലോ, ഇദ്ദേഹത്തിന്റെ ഭർത്താവായല്ലോ, ഈ നിലക്ക് ബന്ധപ്പെട്ട ആളുകൾക്ക് കൂടി അവരുടെ കൂടെ ജീവിക്കാനുള്ള സൗകര്യം അല്ലാഹ് ചെയ്തു കൊടുക്കുന്നു. അവർക്ക് അത്രത്തോളം ഇബാദത്തും പവറും ഇല്ലെങ്കിൽ തന്നെ ഇബാദത്തും പവറുമുള്ള മഹാന്മാർക്ക് അവർക്ക് സ്വർഗത്തിൽ സന്തോഷം ലഭിക്കാൻ അവരുടെ ഫാമിലികളെ, അവരുടെ കുടുംബത്തെ അവരുടെ കൂടെ അല്ലാഹു തആല സ്വർഗത്തിൽ കടത്തുന്നു. ഇവിടെയാണ് ഉമ്മമാരെ, ഇവിടെയാണ് രക്ഷിതാക്കളെ ചിന്തിക്കേണ്ടത്. എനിക്ക് നല്ല മക്കളുണ്ടാകണം, എനിക്ക് സാലിഹായ മക്കളുണ്ടാകണം, എനിക്ക് അലിമായ മക്കളുണ്ടാകണം, എനിക്ക് നല്ല മുത്തഖീകളായ മക്കളുണ്ടാകണം. എങ്കിൽ ആ മക്കൾ ഉന്നതമായ സ്വർഗത്തിൽ എത്തുമ്പോ ബാപ്പ എന്ന നിലക്ക്, ഉമ്മ എന്ന നിലക്ക് ഈമാനോടെ മരിച്ചെങ്കിൽ എനിക്കും അതേ സ്ഥാനം കിട്ടുമല്ലോ. അതുപോലെ തന്നെ അതാ ബാപ്പ സാലിഹായ മനുഷ്യനാണെങ്കിൽ ആ ബാപ്പയുടെ കൂടെ എനിക്കും പോകാൻ അവസരം കിട്ടുമല്ലോ. സാലിഹായ ഭർത്താവാണെങ്കിൽ ആ ഭർത്താവിന്റെ പവർ കൊണ്ട് എനിക്കും പവർ കിട്ടുമല്ലോ. കുടുംബ സഹിതം സന്തോഷത്തോടെ പടച്ചറപ്പിന്റെ സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുന്നു. ആ പ്രവേശനം ലഭിച്ച കുടുംബങ്ങൾ സ്വർഗത്തിൽ ഇരുന്നിട്ട് ആ സ്വർഗത്തിലുള്ളതൊന്നും തീർന്നു പോകുന്നതല്ലല്ലോ. അവിടെ ഉള്ളതിന് തീർച്ചയില്ലല്ലോ, അവിടെ മരണമില്ലല്ലോ, അവസാനമില്ലല്ലോ. ഇവിടെ ഉള്ളതിനൊക്കെ ഇത്ര കൊല്ലമെന്ന് കണക്കില്ലേ, ഇത്ര ആയുസ്സെന്ന് കണക്കില്ലേ. അത് തന്നെയുമുള്ള സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ഒരു ഭാഗത്ത് ജലദോഷം, വേറൊരു ഭാഗത്ത് തലവേദന, മറ്റൊരു ഭാഗത്ത് ഉരവേദന, വേറൊരു ഭാഗത്ത് വയറ്റിന് വേദന, ഒരു ഭാഗത്ത് ഷുഗർ, വേറൊരു ഭാഗത്ത് പ്രഷർ, മറ്റൊരു ഭാഗത്ത് അൾസർ, വേറൊരു ഭാഗത്ത് ക്യാൻസർ. ഇങ്ങനെ ഈ ഭൂമിയിലെ ജീവിതം ഇല്ല ഇല്ല, രോഗങ്ങളൊന്നുമില്ല, ആരോഗ്യത്തിന് തകരാറില്ല, സൗന്ദര്യം നശിച്ചു പോകലില്ല, പ്രായം വർദ്ധിക്കുന്ന പ്രശ്നമില്ല. അതേ സന്തോഷം മാത്രം കൈയാടുന്ന ഒരു സ്ഥലം. കൊല്ലങ്ങൾ 1 കോടി വർഷമല്ല, 1000 കോടി വർഷമല്ല, പറഞ്ഞവൽ തീരുന്ന കാലമല്ല. ഇരിക്കട്ടെ, ആ ഒരു ജീവിതത്തിൽ സന്തോഷകരമായ ജീവിതം. ആ ജീവിതത്തിൽ അവരിങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യുകയാണ്. അതെ, നമ്മൾ മുമ്പ് വാതിന് പോയില്ലേ, നമ്മൾ വാതിന് കേട്ടില്ലേ, നമ്മൾ ക്ലാസ് കേട്ടില്ലേ, നമ്മൾ ദർസ് ശക്തിപ്പെടുത്തിയില്ലേ, നമ്മൾ മദ്രസ ഉണ്ടാക്കാൻ ശ്രമിച്ചില്ലേ, അതിനുവേണ്ടി നമ്മൾ സ്ഥലം കൊടുത്തില്ലേ, വാങ്ങിയില്ലേ, അവിടെ ബിൽഡിംഗ് നിർമ്മിക്കാൻ സഹകരിച്ചില്ലേ, നമ്മൾ ദർസുണ്ടാക്കിയില്ലേ, നമ്മളതാ നല്ല നല്ല കാര്യങ്ങളിൽ സഹകരിച്ചില്ലേ, അതിനുവേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയില്ലേ, നമ്മുടെ അലിമീങ്ങളെ അനുസരിച്ച്
സ്വീകരിച്ചില്ലേ, നമ്മൾ സൗഹാർദ്ദം നിലനിർത്തിയില്ലേ, നമ്മളതാ സ്നേഹത്തോടെ ജീവിച്ചില്ലേ, അങ്ങനെ തുടങ്ങി നല്ല കാര്യങ്ങൾ ചെയ്തതൊക്കെ അവരുടെ ജീവിതത്തിൽ അവരിങ്ങനെ ചെയ്ത കാര്യങ്ങൾ കുടുംബങ്ങളിൽ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോ, ഓ സുഹൃത്തുക്കളെ, നിന്നെ ഞാൻ സുബഹിക്ക് വിളിച്ചതല്ലേ, അപ്പൊ അതാ സ്ത്രീ ഇങ്ങോട്ട് തഹജ്ജുദിനൊരു ദിവസം നിങ്ങളെ ഞാനും വിളിച്ചിട്ടില്ലേ, നിങ്ങളതാ അതിന് കൊടുക്കാൻ പഠിക്കുമ്പോ കൊടുക്കാൻ ഞാനല്ലേ പറഞ്ഞത്, അപ്പൊ ഭർത്താവ് തിരിച്ച് അതാ നിന്നോട് ഞാനല്ലേ അവിടെ പങ്കെടുക്കാൻ പറഞ്ഞത്. ഈ രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുമ്പോ അവരെ ചർച്ചയുടെ അടുത്തേക്ക് അതാ കയറി വരുന്ന ഉറപ്പിന്റെ മലക്കുകൾ. അതാണ് ഖുർആൻ പറഞ്ഞത്, വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. ഓരോ വാതിലിലൂടെയും മലക്കുകൾ ഇങ്ങനെ കയറി വരികയാണ് ഈ സ്വർഗാവകാശികളുടെ സമീപത്തേക്ക്. അവര് പറയുന്നു സലാം